വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശ്രീരാം ഗണപതി ഇന്നട്ട ഗേസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ അടിപൊളി വീഡിയോ ആണ്. അയ്യോ, എന്തായാലും രാവിലെ തന്നെ എണീറ്റ് ഗേസ്. ഒരു പണിയും ഇല്ലല്ലോ, എന്തൊരു കഷ്ടമാണോ ആവോ. ഇന്നത്തെ ദിവസം ആകെ സീനാണല്ലോ. ആരാ ഇത് വിളിക്കുന്ന നോക്കട്ടെ. ഹലോ, ആരാ? എന്താ ചിങ്ക സാറേ ഇന്ന് വിളിച്ച? നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും കൊറോണ പിടിച്ചേക്കുവാണ്. അതുകൊണ്ട് നീ സെക്യൂരിറ്റി ആയിട്ട് വരാൻ പറ്റുമോ? സാർ അവിടെ ഇല്ലേ? കോൺഫിഡൻഷ്യൽ മീറ്റിംഗിനായിട്ട് ഡൽഹി വരെ പോയേക്കുവാ. ഞാൻ നോക്കാലോ ചിങ്ക സാറേ, ഞാൻ പോലീസ് സ്റ്റേഷൻ നല്ലോണം നോക്കാം. നീ കള്ളന്മാരെയും പിടിക്കണേ കേട്ടോടാ. ചിങ്കം ചിങ്കം തീപ്പൊരി ചിങ്കം. ശരിയടാ, ഞാൻ പിന്നെ രാവിലെ തന്നെ ചിങ്ക സാറ് വിളിക്കേണ്ട ആവശ്യം എന്തുവാണെന്നാ എനിക്കറിയാത്ത. എന്തായാലും നേരെ വണ്ടിയെടുത്ത് നേരെ പോയേക്കാം. ഇന്നലെ എന്തായാലും വണ്ടിക്കൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. എന്തായാലും അത് ഗുണമായി. ഇന്നലെ എൻ്റെ കല്യാണമായിരുന്നു. ആ വീഡിയോ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് ഗെയ്സ്. നമ്മുടെ ഫ്രാങ്ക്ലി മുത്തിൻ്റെ കല്യാണമായിരുന്നു ഇന്നലെ. ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും കണ്ടു നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. റോക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആണേ. എന്തായാലും നേരെ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകാം ഗെയ്സ്. നാളെ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്തായിട്ടുള്ള ഒരു കൂട്ടുകാരനാണ് റെക്കോർഡ് ചെയ്യാനായി പോണത്. നാളത്തെ വീഡിയോ എല്ലാവരും മറക്കാതെ കാണണേ. നാളത്തെ വീഡിയോ ഒരു ഏരിയൻ്റെ കഥയായിരിക്കും നാളത്തെ വീഡിയോ. അങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സാറിനോട് ചോദിക്കാം. സാറേ, എന്നെ ചിങ്ക സാറാ ഇങ്ങോട്ട് വരാൻ പിടിച്ച? ആണ് സാറേ. നീ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് എല്ലാം പോലെ തോക്കും പിടിച്ച് നിൽക്കണം. ഇവിടെ നിന്ന് ഒരു പോലീസുകാരനാണെങ്കിൽ ചായ കുടിക്കാൻ പോയേക്കുവാ. അതുവരെ നീ ഇവിടെ നിൽക്ക് കേട്ടോടാ. നേരെ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാം. അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇവിടെ സെക്യൂരിറ്റിയായി നിൽക്കുകയാണ് ഗേസ്. അങ്ങനെ ഫ്രാങ്ക്ലിൻ സെക്യൂരിറ്റിയായി ഇവിടെ ഗണ്ണും പിടിച്ച് നിൽക്കുകയാണ് ഗേസ്. നമുക്ക് നിൽക്കാം. അപ്പോഴത്തേക്ക് മറ്റേ പോലീസുകാരൻ എത്തിയിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ പോവാം ഗെയ്സ്. ഇത് കണ്ട ഗെയ്സ്, ഒരുത്തൻ ഡാ വണ്ടി നിർത്താൻ മര്യാദയ്ക്ക് വണ്ടി അങ്ങോട്ട് നിർത്ത്. മര്യാദയ്ക്ക് വണ്ടി നിർത്തിക്കോണം, അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ പിടിച്ച് ശരിയാക്കും. എടാ അവിടെ നിൽക്കടാ മര്യാദയ്ക്ക്. എന്തിൻ്റെ കേടാടാ നിനക്ക്? എന്തിൻ്റെ കേടാടാ? ഞാൻ സസ്പെൻഷന് പോലീസ് ഓഫീസറാ. ഇപ്പം ഞാൻ ഡ്യൂട്ടിയിലേക്ക് തിരിച്ച് കയറിയതേ ഉള്ളടാ. മര്യാദയ്ക്ക് കഞ്ചാവ് കടത്തിയിട്ടുണ്ടോ നോക്കട്ടെ. കേട്ടാ, നിൻ്റെ വണ്ടിയിൽ നിന്നൊരു കഞ്ചാവിൻ്റെ നാറ്റം വരുന്നുണ്ടല്ലോടാ, മണം. നീ കഞ്ചാവ് അടിച്ചിട്ടല്ലേ ഇറങ്ങിയേക്കുന്നത്? ഇങ്ങോട്ടിറങ്ങടാ വണ്ടിയിൽ നിന്ന്. നീ ബോധം തെളിയുമ്പോൾ സ്റ്റേഷനിലോട്ട് വന്നാൽ മതി കേട്ടാ. നിന്റെ വണ്ടി സ്റ്റേഷനിൽ കാണും. എന്തായാലും നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ വണ്ടി വിട്ട് നേരെ പോകുന്നു ഗായ്സ്. അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഏകദേശം ഫ്രാങ്ക്ലിൻ്റെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. മച്ചി, ഞാൻ തെറച്ചു വീണേ. തലയും ഇടിച്ച് ചോരയും വന്നേ. ഇനി എന്തായാലും അടുത്ത പ്രതികളെ പിടിക്കാനായി പോവാം ഗൈസ്. ദോ പോകുന്നവൻ. നീ അല്ലേടാ കഞ്ചാവ് കടത്തിയ? കഞ്ചാവ് ആവും. എടാ കഞ്ചാവ് ആവും. നീ എന്തിനാടാ കഞ്ചാവ് കടത്തിയ? നിന്റെ പേരിൽ കുറേ കഞ്ചാവ് കടത്തി കേസുണ്ടടാ. ഓഫീസർസ് ഞാൻ അവൻ അവിടെ ബോധം കെട്ടി കിടക്കുന്നു കേട്ടോ. അവൻ കഞ്ചാവ് വിഴുങ്ങി ബോധം കെട്ടി വീണയാ കേട്ടോ. അവനെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ അവൻ തട്ടിപ്പോവും ഗെയ്സ്. അവൻ കഞ്ചാവ് വിഴുങ്ങി ചാവാൻ ശ്രമിച്ചതാണ് ഗെയ്സ്. ഡ്യൂട്ടി ടൈം ഗോയ്സ്. ഇനി എന്തായാലും ബാക്കി ഡ്യൂട്ടിയും കൂടെ ചെയ്ത് തീർക്കുക തന്നെ. എന്തായാലും ബാക്കി ഡ്യൂട്ടിയും കൂടെ ചെയ്തു തീർക്കാം.
നമ്മുടെ പോലീസ് കാർ എവിടെയാണോ ആവോ, എന്തായാലും നോക്കാം. പോലീസ് കാർ ഇതോ കിടക്കുന്നുണ്ട്. നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. എന്തായാലും പോലീസ് വണ്ടി ഇതാ കിടക്കുന്നു ഗൈസ്. എടാ എൻ്റെ വണ്ടി വന്നിരിക്കുന്നു. എൻ്റെ വണ്ടി വന്നിരിക്കും അല്ലേടാ. ഇപ്പോൾ ഇവിടെ ഉണ്ടോ മര്യാദയ്ക്ക് ഇറങ്ങടാ വണ്ടിയിൽ നിന്ന്. മര്യാദയ്ക്ക് പോലീസ് വണ്ടി ഇനിയങ്ങനെ വിളിച്ചാൽ നിന്നെ പിടിച്ച് ജയിലിടും ഗെയ്സ്. അങ്ങനെ നമ്മൾ അവനെ ഭീഷണിപ്പെടുത്തി അങ്ങ് വിട്ടിട്ടുണ്ട് ഗെയ്സ്. ഈ വണ്ടി സസ്പീഷ്യസ് ആയിട്ടൊന്നും കാണാനില്ല. എന്തായാലും ഈ വണ്ടി സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നില്ല. ഇനി അടുത്ത വണ്ടി നോക്കാം ഗൈസ്. ഗൈസ് അങ്ങ് ദൂരെയായിട്ട് എന്തോ ഒരു പച്ച വണ്ടി പോകുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അയ്യോ അറിയാതെ ബൈക്കിടിച്ച് സോറി ഏട്ടാ ഗൈസ്. ഗൈസ് ഈ പച്ച വണ്ടി തന്നെ. അവിടെ നിർത്തടാ നോക്കട്ടെ പുറവി കഞ്ചാവ് വല്ലതും വെച്ചിട്ടുണ്ടോന്ന്. എടാ പുറവി കഞ്ചാവ് വെച്ചിട്ടുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. നോക്കട്ടെ കഞ്ചാവ് ഉണ്ടോന്ന് നോക്കട്ടെ. എടാ കഞ്ചാവ് കൊടുത്തിട്ട് ഇറങ്ങടാ. അങ്ങനെ നമ്മൾ ഈ വണ്ടി നമ്മൾ സീസ് ചെയ്ത് എടുക്കുകയാണ് ഗൈസ്. ഇനി ഈ വണ്ടിക്ക് സീസ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടണം. എന്നാലേ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ. എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വണ്ടി നേരെ കൊണ്ട് പാർക്കിങ്ങിൽ ഇട്ടേക്കാം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ. ഗൈസ് ഇവിടെ എന്താ ബാക്കി വണ്ടിയൊന്നും കാണാത്തെ? എന്തായാലും കാർ ഇവിടെ നിർത്തുക തന്നല്ലോ ഗൈസ്. ബാക്കി വണ്ടികൾ എന്താ കാണാത്തത്? എവിടെ പോയി വണ്ടികൾ? സാറേ ഇവിടെ ബാക്കി കിടന്ന വണ്ടിയൊക്കെ എനിക്ക് ഉദ്യോഗസ്ഥൻ. ഫ്രാങ്ക്ലിൻ സാറേ, ബാക്കി വണ്ടിയൊക്കെ സൗത്ത് ഗോൾ പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റിയേക്കുക. സാറിന്റെ വണ്ടി ബാക്കിൽ കിടപ്പുണ്ട് കേട്ടോ സാർ. സാർ വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഈ സിറ്റി സംരക്ഷിക്കും സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എടാ PC, നീ എന്താ സല്യൂട്ട് ഒന്നും ചെയ്യാത്ത? സാറാ ഞാൻ എന്നെ സല്യൂട്ട് ചെയ്യണം മര്യാദയ്ക്ക് കേട്ടടാ. ഭരിക്കാൻ പറ്റും. ഞാനല്ലേ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ സാറ്. അതുകൊണ്ട് അവൻ പറയുന്നു അവനാ സാറെന്ന്. എന്തിരി കഷ്ടമാണോ ആവോ. എന്തായാലും ഈ വണ്ടി എടുത്ത് പോവാൻ ഗെയ്സ്. ഇവിടെ അടുത്തൊരു കൊലക്കേസ് നടന്നെന്നാണ് പറഞ്ഞത്. മെനഞ്ഞാന്നാണ് കൊലപാതകം നടന്നത്. നമുക്ക് നേരെ ആ ലൊക്കേഷനിലോട്ട് പോകാം. അവിടെ കൊലപാതകം നടന്നെടുത്ത് ബോഡി കിടന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ബോഡി മാർക്കിങ് വഴി നമുക്ക് കണ്ടുപിടിക്കണം ആരാ കൊന്നതെന്ന്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാം ഗെയ്സ്. നമുക്ക് നേരെ നമ്മുടെ പുറവിലത്തെ ലൊക്കേഷനിലോട്ട് പോവാം. ഇവിടെയാണ് കൊലപാതകം നടന്നത്. ഒരു ബിസിനസ്മാനെയാണ് കൊന്നത് ഗെയ്സ്. ഇത് കണ്ട ഗൈസ്, ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഇതാണ് ആൾ കിടന്ന ലൊക്കേഷൻ. ഈ കിടത്ത കണ്ടിട്ട് ഒന്നേന്ന് വെച്ചാൽ ഗൺ ഷൂട്ടിങ്ങിലൂടാണെന്ന് ആളെ കൊന്നേന്നാണ് തോന്നുന്നത്. ഇങ്ങനെ വെച്ചേക്കുന്ന തോന്നുമ്പം ഗെയ്സ് എന്തായാലും അവിടെ എന്തോ ഒരു സസ്പീഷ്യസ് ആയിട്ട് എന്തോ കാണുന്നുണ്ട് ഗെയ്സ്. എന്തായാലും നടന്നു പോയി തന്നെ നോക്കാം. ഇതെന്തോ ഒരു ഇങ്ങനത്തെ വണ്ടി ഗെയ്സ്. ഇതെന്തോ ഗെയ്സ് ഒരു സസ്പീഷ്യസ് അടിക്കുന്നുണ്ട്. ആ ബോഡിയും കാണാനില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത് പൊക്കി നോക്കാം ഗെയ്സ്. അതിനകത്തൊരു ബോഡി കിടക്കുന്നുണ്ട് ഗെയ്സ്, ഒരു ബിസിനസ്മാൻ്റെ ഗെയ്സ്. എന്തായാലും നമുക്ക് ആ കള്ളനെ പിടിച്ചേ പറ്റത്തോള്. അതിനു വേണ്ടി നമുക്ക് ലെസ്റ്റർ ബായെ വിളിച്ച് നോക്കാം. എനിക്ക് വേറെ ഹാക്കർസിനെ ഒന്നും അറിയത്തില്ല. ആദ്യം നമ്പർ പ്ലേറ്റ് ഒന്ന് നോക്കട്ടെ. 022. ഹലോ, നമ്പർ എടുക്കട്ടെ. ഹലോ ലെസ്റ്ററെ, എനിക്കൊരു നമ്പർ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഒരു വണ്ടിയുടെ നമ്പർ, ആടെ വീട് കണ്ടുപിടിക്കണം. ഞാൻ ചെയ്യാലോടാ ഫ്രാങ്ക്ലിനെ. ലെസ്റ്റർ പറഞ്ഞു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് തന്നെ പോയി ചോദ്യം ചെയ്യാം. അമ്മനെ ഒന്ന് പേടിപ്പിച്ച് ചോദ്യം ചെയ്യിപ്പിച്ചാലേ അവൻ കേൾക്കൂ. അതുകൊണ്ട് നേരെ ഇതും കൊണ്ടുപോയി പേടിപ്പിക്കാം അവനെ ഗെയ്സ്. എന്തായാലും വണ്ടി പുറകോട്ടാക്കട്ടെ. ഗെയ്സ് വണ്ടി പുറകോട്ടാക്കി നേരെ തിരിക്കണം ഗൈസ്. വണ്ടി ഗൈസ് നേരെ ഇരിക്കുവാണ്. അമ്മച്ചി വണ്ടി നല്ലോണം പോണേ. അയ്യോ ഗൈസ് വണ്ടി കുടുങ്ങി. അമ്മച്ചി അയ്യോ ഗൈസ് വണ്ടി കുടുങ്ങി ഗൈസ്.
ഇനി എങ്ങനെ നമ്മൾ പോവും ഗെയ്സ്? എന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ. അവനെ അല്ലാതെ വല്ലതും പിടിക്കുന്നതാണ് നല്ലത്. വെറുതെ ഭീഷണിപ്പെടുത്താൻ നിന്ന് അവൻ എന്നെ കൊന്നു തന്നെ തിന്നും. എന്തായാലും നേരെ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കാം ഗെയ്സ്. നമ്മുടെ പോലീസുകാരാണെങ്കിൽ ഈ വണ്ടിക്ക് നല്ല കളർ അടിച്ച് തന്നിട്ടുണ്ട് ഗെയ്സ്. ഞാനാണ് പറഞ്ഞത് PC-യോടും ഈ സർക്കിളിനോടും പറഞ്ഞ് പോയി പെയിൻ്റ് അടിച്ചിട്ട് വരാൻ. അങ്ങനെ അവർ പെയിൻ്റ് അടിച്ച് തന്നെയാണ് ഗെയ്സ് നമ്മുടെ വണ്ടി. ഗൈസ് എന്തായാലും നേരെ നമ്മുടെ വണ്ടി ഓട്ടിച്ച് പോയേക്കാം അവൻ്റെ ലൊക്കേഷനിലോട്ട് ഗെയ്സ്. വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് ഗെയ്സ്. ഇന്നലെ കൊലപാതകം നടന്നായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വെടിവെച്ച് കൊന്നായിരുന്നു. പക്ഷേ അവർ മരിച്ചിട്ടില്ലായിരുന്നു, ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ഇന്ന് രാവിലെയാണ് ഡോക്ടർ വിളിച്ചു പറഞ്ഞത് ഗൈസ്, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ഇതാണ് അവൻ്റെ ലൊക്കേഷൻ. തുറക്കട്ടെ ഗൈസ്. ഡേ ഇറങ്ങി വാടേ ഗൈസ്. ഈ ഡോർ എന്താ ലോക്കായി കിടക്കുന്നേ ഗൈസ്? എങ്ങനെയെങ്കിലും നമ്മൾ ഡോർ അടിച്ചു പൊളിച്ചിട്ടായാലും കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ആളെ പോയി നോക്കട്ടെ. ഡേ ഇറങ്ങി വാടാ. ഡാ നീയല്ലേടാ ഒരു ബിസിനസ്മാനെ കൊന്നത്? നിങ്ങളെന്തോ ആണും പെണ്ണും കെട്ടവനാണോ? എനിക്കൊരു പെണ്ണുമായിട്ട് സ്നേഹമായിരുന്നു. ബിസിനസ്മാന്റെ മോളാ. ബിസിനസ്മാൻ പറഞ്ഞ് മോളെ കൊണ്ട് എന്നെ കെട്ടിക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ബിസിനസ്മാനെ കൊന്നു. അതുപോലെ നിന്നെയും ഞാൻ ഇടിച്ചു കൊന്നു. ഓടിക്കോ കണ്ടപടി ഓടിക്കോ. യോ ഓടിക്കോ. വയല് വഴി ഓടിക്കോ, കണ്ടപടി ഓടിക്കോ. അമ്മച്ചി കണ്ടപടി ഓടിക്കോ. അമ്മച്ചി ഇതാ ഒരു കുളം. സാറേ എന്തുവാണിങ്ങനെ? എന്നെ ഇടിക്കുന്ന നിന്നെ ഇപ്പം ഇടിച്ച് ശരിയാക്കി തരാം ഗെയ്സ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. റോക്ക് ടു 2K ഗെയ്സ്. അടുത്ത പാർട്ടി കാണാം. ബൈ.